നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും നമ്മളുടെ പൂജ നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ആ പൂജയിൽ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യ ഭഗവാൻ ഫെബ്രുവരി 6 അവിട്ടം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 19 വരെ സൂര്യൻ ഈ നക്ഷത്രത്തില് തുടരുന്നതാണ്. അതിനുശേഷം ചതയം നക്ഷത്രത്തിലേക്ക് മാറുന്നതാണ്. ഈ മാറ്റം 12 നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾക്ക്, ഭാഗ്യ അനുഭവങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നു. ഈ സമയത്ത് പണം സമ്പാദിക്കാൻ പറ്റിയ സമയമാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ കാലയളവില് വിവിധ മാർഗത്തിലുള്ള വരുമാന വർധനവുണ്ടാവും. അവിട്ടം നക്ഷത്രത്തിലെ സൂര്യന്റെ പ്രത്യേകതകളും സാമ്പത്തികമായിട്ട് പ്രയോജനം ലഭിക്കുന്ന നക്ഷത്രക്കാരെയും കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫെബ്രുവരി 6 സൂര്യൻ അവിട്ടം നക്ഷത്രത്തിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ ആദ്യ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഘട്ടത്തില് സൂര്യന്റെ സ്വാധീനം വ്യക്തികളില് ധൈര്യം, സംസാര വൈഭവം, സമ്പത്ത് എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. ഫെബ്രുവരി 9 സൂര്യൻ അവിട്ടം നക്ഷത്രത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് മുന്നേറുന്നതാണ്. ഈ ഘട്ടത്തില് ആത്മീയ കാര്യങ്ങളും മതപരമായിട്ടുള്ള പരിവർത്തനങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് ഈ 12 നക്ഷത്രക്കാർക്ക് താല്പര്യം കൂടുന്നതാണ്. ഫെബ്രുവരി 12 സൂര്യൻ കുംഭം രാശിയിലേക്കും കൂടി പ്രവേശിക്കുകയാണ്. ആ സമയത്ത് സൂര്യഭഗവാൻ അവിട്ടം നക്ഷത്രത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ധാരാളം സമ്പത്ത് സമാഹരിക്കാൻ ഈ 12 നക്ഷത്രക്കാർക്ക് സാധിക്കും. അവിട്ടം നക്ഷത്രത്തിലെ സൂര്യന്റെ 4ാമത്തെയും അവസാനത്തെയും ഘട്ടം ഫെബ്രുവരി 16 മുതൽ ആരംഭിക്കുന്നതാണ്. ഈ കാലഘട്ടത്തില് സൂര്യന്റെ സ്വാധീനം ആളുകളെ സന്തുഷ്ടരാക്കുന്നതാണ്. ഫെബ്രുവരി 19 സൂര്യൻ അവിട്ടം വിട്ട് ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ 12 നക്ഷത്രങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകും. ഫലങ്ങൾ പക്ഷെ വ്യത്യസ്തമായിരിക്കും. ആ നക്ഷത്രങ്ങളും ഫലങ്ങളും എന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ ഭാഗ്യം വന്നെത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടം മേടം രാശിക്കാർക്ക് വളരെ അനുകൂലകരമായിരിക്കും. ഇവർ സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. ഭാഗ്യ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും ജീവിത പങ്കാളിയുടെ പരിപൂർണ പിന്തുണയും എല്ലാം ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഭവനത്തിൽ സമാധാനവും സുഖകരവുമായിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടുന്നതാണ്. കൂടാതെ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥാനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തായിട്ട് പുണർദം കാൽഭാഗവും പൂയവും ആയില്യവും ചേരുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ സമയം വളരെ നല്ലതാണ്. ഈ വ്യക്തികൾക്ക് അവരുടെ ബിസിനസ് സംരംഭങ്ങളിൽ വളരെയധികം പുരോഗതി അനുഭവപ്പെടുന്നുണ്ട്. പങ്കാളിത്തങ്ങളിലൊക്കെ ഏർപ്പെട്ട് വലിയ കരാറുകൾ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക സമൃദ്ധിയുടെ തുടക്കവും കരിയറിന്റെ പുരോഗതിയും ഈ സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഒരുപാട് കാലമായിട്ട് പൂർത്തിയാക്കാതെ കിടന്ന ജോലികളൊക്കെ പൂർത്തിയാക്കുന്നതാണ്. കിട്ടാനുള്ള പണമൊക്കെ തിരിച്ചു ലഭിക്കുന്നു. പുരോഗതിക്കായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്നതാണ്. പ്രധാന ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതാണ് നിങ്ങൾ. ഈ കാലഘട്ടമെല്ലാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് അനുകൂലമാണ്. കൂടാതെ നിർത്തിവെച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ ഈ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് വീണ്ടും തുടങ്ങുകയും അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്താൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് വിശാഖം കാൽഭാഗവും അനിഴം തൃക്കേട്ട നക്ഷത്രവും അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്കാണ്. ഈ കാലഘട്ടത്തില് വൃശ്ചികൻ രാശിക്കാരായ ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും ഒരുപോലെ ഗുണകരമായിരിക്കും. ജോലിസ്ഥലത്ത് പുതിയതും മനസ്സിന് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. വ്യാപാരികൾക്ക് ഓഹരി വിപണിയിലൊക്കെ വലിയ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പരിശ്രമവും സമർപ്പണവും കൂടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സാമ്പത്തിക പ്രതിഫലം ലഭിക്കുന്നതാണ്. വ്യക്തിഗത ബന്ധങ്ങളിൽ സത്യസന്ധതയും പ്രതിബദ്ധതയും ഒക്കെ ശക്തമാകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സംതൃപ്തി നൽകുന്ന പുതിയ ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതാണ്. ഓഹരി വിപണിയിൽ വ്യാപാരികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഷെയർ മാർക്കറ്റിംഗിലൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു സമയമാണിത്. അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം അരഭാഗവും ചേരുന്ന മകരം രാശിക്കാർക്കാണ്. മകരം രാശിക്കാർക്ക് കിട്ടാനുള്ള ധനമൊക്കെ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലി സംബന്ധമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഇത് നിങ്ങളുടെ
കരിയറിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ബിസിനസ്സുകാർക്കൊക്കെ വളരെ വലിയ ലാഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കയറ്റിറക്കുമതി ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ലാഭവും ഉയർച്ചയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദേശ സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയത്ത് വിദേശ സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. വിദേശ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നെത്തുന്നതാണ്. ഈ കാലയളവിൽ ബിസിനസ്സിൽ എന്ത് ചെയ്താലും അത് വിജയിക്കുന്നതാണ്. ബിസിനസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇതെല്ലാം വന്നെത്തുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.